ഹലോ മച്ചവനെ, വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ഗെയിമർ MT. അപ്പം മച്ചവനെ KT ക്ലബ് കരിയർ മോഡ് എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ. മച്ചവനെ നമ്മൾ ഫസ്റ്റ് ഒരു കളി സീം ചെയ്തു, അത് 4-1 തോറ്റിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത കളിയിലേക്ക് പോകാം മച്ചവനെ. ഈ കളി നമുക്ക് എന്തായാലും ജയിക്കണമെന്ന് മച്ചവനെ. അപ്പം ഈ കളി കഴിഞ്ഞ് കാണാം മച്ചവനെ. അപ്പം മച്ചവനെ നമുക്കിവിടെ ഫേക്ക് കിട്ടിയിട്ടുണ്ട്. ജാവിർ 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 ജാവേർ again ജാവേർ ഗിയൊക്കെ ഇറങ്ങുന്നു. ഗിയ ടു ജാവേർ ജാവേർ ജാവേറിൻ്റെ ഷോട്ട് ഗോൾ ഗൈസ്. ജാവേർ വൺ ഫോമാണ്. ജാവേർ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് മച്ചവന്. എന്തോ ചാൻസ് ഇട്ടിരിക്കുകയാണ് മച്ചവന്. ജാവേറിൻ്റെ ഷോട്ട് ഗോൾ ഗൈസ്. ജാവേർ 2 ഗോൾ അടിച്ചിരിക്കുകയാണ് മച്ചവന്. സെക്കൻഡ് ഹാഫിൻ്റെ 79-ാം മിനിറ്റിൽ നമുക്ക് വീണ്ടും ഒരു ഫ്രീ കിക്ക്. ജാവേറിന് ഹാട്രിക് അടിക്കാനുള്ള ചാൻസ് ജാവേർ തന്നെ കളഞ്ഞിരിക്കുകയാണ് മച്ചവന്. നമുക്ക് കളി ജയിക്കുമോ? എന്തായാലും ജയിച്ചു മച്ചവന്. 2-0 കളി ജയിച്ചിട്ടുണ്ട് മച്ചവന്. ജാവേറിൻ്റെ 2 ഗോളാണ് മച്ചവന്. 50 പോയിന്റ്, 5 പോയിന്റ് ഡിഫറൻസേ ഉള്ളൂ മച്ചവന്. അപ്പോൾ നമുക്ക് നോക്കാം കളി ജയിക്കാൻ കഴിയുമെന്ന് മച്ചവന്. അപ്പോൾ മച്ചവന് 3-ാമത്തെ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഗിവി നമുക്കിവിടെ ചാൻസ് ആയിട്ട് ഗിവിൻ്റെ നല്ല ബോൾ കണ്ടു ഷോട്ട് ഗോൾ. 1-0 ആയിരിക്കണം മച്ചവനെ. ഗിവി നല്ല റിയൽ ക്യാപ്റ്റൻ ഗിവിയാണെന്ന് ഞാൻ പറയും മച്ചവനെ. അപ്പം മച്ചവനെ അവർക്കൊരു ഫ്രീ കിക്ക് കിട്ടിയാണ്, നേരെ അടിച്ച് ഗോളി സേവ് ചെയ്തിരിക്കുകയാണ് മച്ചവൻ. അപ്പം മച്ചവൻ അവർക്കൊരു ചാൻസ്, വീണ്ടും ഒരു ചാൻസ് ഇട്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും നോക്കാം മച്ചവനെ. അവരെ നല്ല രീതിയിലൊരു ഗോൾ അടിച്ചിരിക്കുകയാണ് മച്ചവൻ. 1-1 ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് മച്ചവനെ. അപ്പോൾ മച്ചവൻ സെക്കൻഡ് ഹാഫിന് 60-ാം മിനിറ്റിൽ അവർക്കൊരു ചാൻസ് ഇട്ടിരിക്കുകയാണ്. നല്ല ഡിഫെൻഡിങ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. നല്ല ഡിഫെൻഡിങ് ബോൾ ഒരു ക്ലിയർ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് മച്ചവനെ. അപ്പോൾ മച്ചവൻ വീണ്ടും അവർക്ക് ചാൻസ് ഇട്ടിരിക്കുകയാണ്. ഇത് ഗോളായ അവർ 2 വന്നാലും അവർ ഗോളിയുടെ കയ്യിലൊക്കെ അടിച്ചിട്ടുണ്ട്. വീണ്ടും അവർക്കൊരു ചാൻസ്. 68-ാം മിനിറ്റിൽ വീണ്ടും ചാൻസ്. ഇത് മിക്കവാറും ഗോളാവാൻ. നല്ല ഡിഫെൻഡിങ്, ഗുഡ് ഡിഫെൻഡിങ്. എന്തായാലും 72 മിനിറ്റ് കഴിഞ്ഞിട്ട് മച്ചവനെ നമുക്ക് ഇവിടെ ഒരു ചാൻസ് ലഭിച്ചിരിക്കുകയാണ്. സ്കോറൊക്കെ നോക്കണം മച്ചവനെ. ജാവേറിൻ്റെ ബോൾ അവിടെ ഗിയൊക്കെ ഇട്ട് കൊടുത്തു. ഗിയ ടു ഗിവി ഷോട്ട് ചെയ്യുന്ന ഗിവിയുടെ ഷോട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് മച്ചവനെ. 74-ാം മിനിറ്റിൽ വീണ്ടും അവർക്ക് ഒരു ചാൻസ് ഇട്ടിരിക്കുകയാണ് മച്ചവന്. നല്ല ഡിഫെൻഡിങ്, ഗുഡ് ഡിഫെൻഡിങ്. എന്നാലും അവർ അതിനപ്പോൾ നല്ല ഡിഫെൻഡിങ്. എന്തായാലും അവർ പുറത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് മച്ചവനെ. വീണ്ടും അവർക്കൊരു ചാൻസ്. എത്ര ചാൻസാണ് അവർക്ക് കിട്ടുന്നത്? ഇത് മിക്കവാറും ഗോളാവശ്യം വിചാരിച്ചു. എന്തായാലും 2-1 ആയിരിക്കുകയാണ് മച്ചവന്. എന്തായാലും 76 മിനിറ്റ് നമുക്കൊരു ചാൻസ് ഇട്ടിരിക്കുകയാണ്. ഇത് സ്കോർ ചെയ്യണം മച്ചവന്. ജാഫർ ഗോൾ അടിച്ചിരിക്കുന്നത് ലോങ് റേഞ്ചിങ് ഷോട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ കളി ജയിക്കണം നോക്കാൻ വെച്ചവന്. എന്തായാലും 87 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 89-ാം മിനിറ്റിൽ അവസാനം ചാൻസ്. ആൻഡ്രോയിഡ് ഷോട്ട് ബാലൻസ്. ഗിവി ടു ജാവേറിന് ഹാട്രിക്കിന് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ജാവേർ ഗോൾ അടിച്ചിരിക്കുകയാണ് വെച്ചവൻ. എന്തായാലും ഹാട്രിക് ആയെന്ന് തോന്നുന്നു. ജാവേർ തന്നെയാണ് 2 ഗോൾ അടിച്ചത്. എന്തായാലും ഹാട്രിക് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല ഗൈസ്, 1 ഗോൾ ഗിവി അടിച്ചിട്ടുണ്ടായിരുന്നു. 2 ഗോളാണ് ജാവേർ അടിച്ചത്. എന്തായാലും 53 പോയിന്റ്. 58 വെച്ചവനെ ഫസ്റ്റ് ഉള്ള ടീം. എന്തായാലും സീനിയർസവന്. അപ്പം അടുത്ത കളി നോക്കാൻ വെച്ചവന്. ഇതെന്താണ്? നാഷണൽ കപ്പ് സെമി ഫൈനൽ ഫസ്റ്റ് ലെഗ്. UCL ചാമ്പ്യൻസ് ലീഗ്, യൂറോ ലീഗ് ഇതൊക്കെയാണ് മച്ചവനെ. കോൺഫറൻസ് ലീഗ്. എന്തായാലും മച്ചവനെ ഇതിന് പ്രൊമോഷൻ നേടി എന്താ സ്പെയിനിലേക്കാണ്. അപ്പം നമുക്ക് ഇതൊക്കെ കളിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ മച്ചവനെ അടുത്ത മാച്ചിലേക്ക് പോകാം മച്ചവനെ നമുക്ക്. അപ്പോൾ മച്ചവനെ 4-ാമത്തെ മാച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഉമർ എന്നിട്ടിരിക്കുകയാണ് ചാൻസ്. ഉമർ നല്ല ഷോട്ട് ഗോൾ കീപ്പറിൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്. വീണ്ടും ഒരു ചാൻസ് ഇട്ടിരിക്കുകയാണ് മച്ചവനെ. വീണ്ടും ഗിവി ഇത് ക്യാപ്റ്റൻ ഗിവിയുടെ ഷോട്ട് ഗോളായിരിക്കുകയാണ് മച്ചവനെ.
ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ജാവിയറിന്റെ ലോങ് റേഞ്ച് ഷോട്ട് ഗോൾ സേവ് ചെയ്തിരിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഒരു സ്കോർ ചെയ്യാൻ നോക്കാം. ലെവിനെ എന്തൊന്നും പ്രൊണൗൺസ് ചെയ്യേണ്ടത് അപ്പോഴല്ലേ. എന്തായാലും നമുക്ക് 2 ഗോൾ ലീഡായിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ടീം വെച്ചണം തോന്നുന്നു. എന്തായാലും ഈ കളി ജയിക്കുന്ന ഉറപ്പായി വെച്ചാൽ മതി. പിന്നെ 40 അവർക്ക് ചാൻസ് നല്ല ഡിഫെൻഡിങ് ചെയ്തിരിക്കുകയാണ് വെച്ചാൽ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞില്ല വെച്ചവന്. എന്നാലും എൻ്റെ മിസ്സിംഗ് ആണ് വെച്ചവന്. കാരണം വീണ്ടും നമുക്ക് ഇവിടെ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് മിനിറ്റ് തന്നെ. സെക്കൻഡ് ഹാഫിന് ഗിയയുടെ ഈസിയായി സ്കോർ ചെയ്ത് കളിപ്പിച്ചുകൊണ്ട് പോസ്റ്റിൽ പോയി തന്നെ അടിച്ചിരിക്കുകയാണ്. അവർക്ക് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. നല്ല സേവ് ഡിഫൻഡറെ തട്ടി വീണ്ടും അവർക്ക് ചാൻസ് കിട്ടി അവരെ സ്കോർ ചെയ്തിരിക്കുക. എന്നാലും 60 മിനിറ്റിൽ നമുക്കൊരു ചാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകരം വീട്ടാൻ എന്തായാലും ഇതടിച്ചാൽ 4-1 വെച്ച് ഷുവറായി ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാൻ വെച്ചാൽ ബാക്ക് വരുന്നിരിക്കുകയാണ്. ബാക്ക് വരുന്നു നല്ല ഷോട്ടാണ് വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും സീനിനെ വെച്ചാൽ 4-1 വീണ്ടും അവർക്കൊരു ചാൻസ് ലഭിച്ചിരിക്കുകയാണ് വെച്ചാൽ മതി. നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നൊക്കെ നല്ല ഗുഡ് ഡിഫെൻഡിങ് വെച്ചാൽ നമുക്ക് നോക്കാം. മാക്സിമം നമുക്ക് നോക്കാം. എന്തായാലും 19 മിനിറ്റ് നമുക്കിവിടെ ഒരു ചാൻസ് തടിച്ചാൽ 5 വെച്ചാൽ ഉമറിൻ്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. ഉമറിൻ്റെ നല്ല ഷോട്ട് ഗോളായിരിക്കുകയാണ് വെച്ചവനെ. 5-1 വെച്ചായിരുന്നു വെച്ചവനെ. നമുക്ക് 5 അവർക്ക് 1 വെച്ചാണെന്ന് തോന്നുന്നു. 5-1 വെച്ചവനെ. എന്തായാലും 75 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാൻ വെച്ചവനെ ചാൻസ് കിട്ടുമെന്ന്. 85 മിനിറ്റിൽ വീണ്ടും ഒരു ചാൻസ് ഇതും കൂടി സ്കോർ ചെയ്താൽ ഉറപ്പായും നമുക്ക് 6 ഗോൾ ബിഗ് വിന്നാവുന്നു വെച്ചവനെ. നോക്കാം. ഗോളായിരിക്കുകയാണ് വെച്ചവന്. 6-1 ഇതാണ് നമ്മളെ ടീമിൻ്റെ ഏറ്റവും വലിയ വിൻ. 6-1 എന്തായാലും കളി കഴിഞ്ഞിട്ടുണ്ട് വെച്ചവന്. 6-1 നമുക്ക് പോയിൻ്റ് അത്ര കൂടിയിട്ടൊന്നുമില്ല വെച്ചവൻ. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിടുക. ഇഞ്ചറി ആയിട്ടാണ് വെച്ചവനെ. ഇഞ്ചറി അപ്ഡേറ്റ് ആണ് വെച്ചവനെ. അപ്പം വെച്ചവൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുക വെച്ചവൻ. അടുത്ത എപ്പിസോഡും കൂടി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഈ കരിയർ മോഡ് എൻ്റെ സീസൺ അവസാനിക്കുന്നതാണ് വെച്ചവനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സീസൺ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.